കുട്ടി ബേബീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ അടദോശയാണ്. അടദോശയ്ക്ക് ഞാനിവിടെ ഒരേ അളവിൽ തന്നെ വെള്ളപ്പച്ചരി, ഉഴുന്ന്, സാമ്പാർ പരിപ്പ് ഇത് മൂന്നും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനോടൊപ്പം വേണമെങ്കിൽ കടലപ്പരിപ്പ്, ചെറുപയർ പരിപ്പ്, തൊലി കളഞ്ഞിട്ടില്ലേ ചെറുപയർ, അതാണ് കേട്ടോ, ചെറുപയർ പരിപ്പും കൂടെ ആഡ് ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ അതൊന്നും ഉപയോഗിക്കുന്നില്ല. ഞാൻ ഈ 3 ഇൻഗ്രീഡിയൻറ്റ്സ് മാത്രമേ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഞാനൊരു തലേന്നേ വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടതാണ് ഒന്നിച്ച്. ഇതിനോടൊപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് വറ്റൽ മുളകും കൂടെ ചേർത്ത് കുതിർക്കാൻ വെക്കാം. പക്ഷേ അതൊരു 4 മണിക്കൂർ നമ്മൾ വെക്കുന്ന കൂട്ടത്തിൽ കുതിർക്കാം. പൊതുവേ ചിലവർ സെപ്പറേറ്റ് ഇട്ടാണ് അത് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പം ഇത് ഇത്രയും കൂടെ ഞാൻ ശകലം വെള്ളം ചേർത്താണ് അരച്ചിവിടെ എടുത്തിരിക്കുന്നത്. ഒരുപാട് വെള്ളം ആകാനും പാടില്ലേ. അപ്പോൾ നല്ല തരിയായിട്ട് വരുന്ന രീതിയിൽ തന്നെയാണ് അരച്ചിരിക്കുന്നത്. ഒരുപാട് ഫൈനായിട്ടും അല്ല അരച്ചിരിക്കുന്നത്. ഇതിന് വേണ്ടി ഞാൻ ആവശ്യത്തിന് ഒരു സവാള, കുറച്ച് ഇഞ്ചി, 2 പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ മാവ് നല്ല തിക്കായിട്ടാണ് ഞാൻ അരച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഒരുപാട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. വറ്റൽമുളക് ഞാൻ ഇതിൽ അരയ്ക്കാത്തത് കൊണ്ട് അതിന് മുളക് പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഒരു നിറവും പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു എരിയൊക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിവിടെ മുളക് ചേർക്കുന്നത്. അപ്പം ഇതിന് ആവശ്യത്തിന് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കണം. അപ്പോൾ ഈ 3 സാധനം കൂടെ ഞാൻ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റമുളക് അരച്ചെടുക്കുക, അത് നിങ്ങളുടെ രീതിക്ക് എന്തെന്ന് വെച്ചാൽ ചെയ്യാമേ. ഞാനിവിടെ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. വറ്റൽമുളക് അരയ്ക്കാറില്ല. എരിയുടെ പരുവത്തിന് എനിക്ക് കിട്ടാറില്ല കേട്ടോ. അപ്പം ഒന്നീ എരി കൂടിപ്പോവുക അല്ലെങ്കിൽ കുറഞ്ഞിരിക്കുക. അപ്പോൾ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അത്. കുറച്ച് ദിവസം കൊണ്ടേ വിചാരിക്കുന്നു അടദോശ ഉണ്ടാകാമെന്ന്. പിന്നെ ഈ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയും കൂടെയാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ അതുകൂടാണ് പറയുന്നത് കേട്ടോ. അപ്പം ഞാനിതെല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. കണ്ടോ, എൻ്റെ മാവ് നല്ല തിക്കാണ്. ഞാനപ്പം വെള്ളമൊന്നും ഇപ്പോഴേ ചേർക്കുന്നില്ല. കുറച്ച് വെള്ളവും കൂടെ ചേർക്കണം. നമ്മുടെ ദോശയ്ക്ക് എങ്ങനെയാണോ പരുവം അതേ മെത്തേഡിലായിരിക്കണം നമുക്ക് മാവ് ഇരിക്കേണ്ടത്. ഞാനിവിടെ ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരുപാട് കണ്ടോ, മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല. ഒരു ചെറിയ ഇരിക്കുള്ളൂ. കുട്ടികൾക്കെല്ലാം കഴിക്കാനുള്ളതായതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളക് ഇത് 3ഉം കൂടെ നമുക്കിതിലേക്ക് തട്ടിയിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിനോടൊപ്പം അല്പം കറിവേപ്പിലയും കൂടെ ഇടണം കേട്ടോ. ഞാനത് വിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് 2ആയിട്ട് മുറിച്ചാണ് കറിവേപ്പില. ഞാനൊന്ന് മുറിച്ച് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മാവ് കണ്ടോ നല്ല തിക്കായിട്ടിരിക്കുന്നത്. ഇതിൽ കുറച്ച് വെള്ളവും കൂടെ ഞാൻ ചേർത്ത് ഒരു ദോശ പരുവത്തിലാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഇതിന് നമുക്ക് ചമ്മന്തി കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കാം. വെള്ള ചമ്മന്തി അരയ്ക്കാനായിട്ട് ഞാനിവിടെ തേങ്ങ, കുറച്ച് ജീരകം, ആവശ്യത്തിന് എരിയുടെ അനുസരിച്ച് ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ഇത് 3ഉം കൂടെ നമുക്ക് ജാറിലേക്ക് ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ടൊന്ന് അരച്ചുകൊണ്ട് വരണം. അങ്ങനെ എൻ്റെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിന് ആവശ്യത്തിന് നമ്മൾ ചെറുതായിട്ടൊന്ന് വെള്ളം ചേർത്തതേ ഉള്ളൂ. ഒരുപാട് വെള്ളം ചേർക്കാനൊന്നും പാടില്ല. കട്ടി ചമ്മന്തി ആയിരിക്കണം. ഇനി നമുക്ക് ദോശ ചൂടാം. നമ്മുടെ ദോശക്കല്ലിൽ ഞാനിവിടെ ഒഴിച്ച് പരത്തി വെച്ചിട്ടുണ്ട്. മോൾ എൻ്റെ കയ്യിൽ ഇരുന്നത് കൊണ്ടാണ് ഞാനിവിടെ ദോശ ഒഴിക്കുന്ന വീഡിയോ എടുക്കാഞ്ഞത്. ഇനി ഇതൊന്ന് മുരിഞ്ഞ് സൈഡൊക്കെ മുരിഞ്ഞ് നടുക്കിൽ നല്ലതുപോലെ മുരിഞ്ഞ് വരാനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഒന്നീ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ പച്ചെണ്ണയാണ് ചേർക്കുന്നത്. അപ്പം ഞാനിവിടെ രുചി കിട്ടുന്നതിന് വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് നമ്മുടെ സൈഡെല്ലാം ഒന്ന് മുരിഞ്ഞ് ഇതായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ദോശ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ആ സൈഡും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ. ഈ ദോശ ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ്. നമുക്ക് പെട്ടെന്ന് അരച്ച് അന്നേരം തന്നെ നമുക്ക് ദോശ തയ്യാറാക്കാവുന്നേ ഉള്ളൂ. എൻ്റെ ദോശ നൈസായിട്ട് ചുട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. മസാല ദോശ മെത്തേഡ് പോലെ ഇരിക്കും. നല്ലതുപോലെ പരന്നിരിക്കുമ്പോഴേ അപ്പം നോക്കി നല്ല കട്ടി കുറച്ച് നമ്മൾ നൈസായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് ചൂടോടെ തിന്നുമ്പോൾ ആ ടേസ്റ്റ് പിന്നെയും നമുക്ക് ഉണ്ടാക്കാൻ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒരിക്കലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അരച്ച ഉടൻ തന്നെ നമുക്ക് ചുടാവുന്ന ഒരു ദോശയാണ്. റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട കാര്യമേ ഇല്ല. ഗ്യാസ് ഉള്ളവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും കേട്ടോ. പരിപ്പ് വർഗ്ഗങ്ങളല്ലേ നമ്മൾ കൂടുതൽ ഇവിടെ ചേർക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവർക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ നല്ല മുരുമുരാന്നിരിക്കുന്ന ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അല്പം വെള്ള ചമ്മന്തിയും കൂടെ വെച്ച് നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ.
അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.